ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലെ. അപ്പൊ നമ്മുടെ 8ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ 2ാമത്തെ ചാപ്റ്റർ ആയിരുന്നു ജൂലിയ ഓർ ലൂണ എന്ന് പറയുന്നത് അല്ലെ. ഒരു പ്രത്യേക ടൈപ്പ് കഥയായിരുന്നു അത് പറയുന്നുണ്ടായിരുന്നത്. നേഹ സിൻഹ ആണ് അത് എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അതിനു മുമ്പ് ആ കഥ വായിക്കുന്നതിന് മുമ്പ് ആരാണ് ഈ ജൂലിയ, ആരാണ് ഈ ലൂണ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. ഇത് വെറും ഒരു കഥയാണോ? അല്ല, ഇത് റിയൽ ആയി നടന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അല്ലെ. എന്തായിരുന്നു ആ കഥ എന്ന് പറയുന്നത്? യെസ്, നമ്മുടെ കഥ നടക്കുന്നത് 1997 അങ്ങ് കാലിഫോർണിയയിലാണ് അല്ലെ. പസഫിക് ലംബർ എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു മരം മുറിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. സാധാരണ മരമാണോ മുറിക്കാൻ പോകുന്നത്? അല്ല, റെഡ്വുഡ് ട്രീ. 1000 വർഷത്തോളം പഴക്കമുള്ള ഒരു റെഡ്വുഡ് ട്രീ ആണ് അവർ മുറിക്കാൻ പോകുന്നത്. എന്തേ മിസ്സേ ഈ റെഡ്വുഡ് ട്രീ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, ദേ നോക്കിക്കേ, മക്കൾക്ക് പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതൊരാൾ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ആ ഒരു വലുപ്പവും ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിരി സൈസുള്ള ഒരു മരമാണ് നമ്മൾ മുറിക്കാൻ പോകുന്നത്. പക്ഷെ റെഡ്വുഡ് ട്രീ മുറിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു സംഭവമാണ്. അതിൽ അസാധാരണമായിട്ട് ഒന്നുമില്ല അല്ലെ. അത് കഴിഞ്ഞിട്ട് നടന്ന കാര്യങ്ങളിലാണ് കുറച്ച് അസാധാരണമായ സംഭവങ്ങൾ എന്ന് നമ്മൾ പറയപ്പെടുന്നത്. അതായത് ഈ ഒരു മുറിക്കാൻ വേണ്ടിയിട്ട്, ഈ മരം മുറിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ, കുറച്ച് ഹട്ടേ ആദ്മികൾ വരികയാണ്. കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ ഇതേ കുറച്ച് മരം മുറിക്കുന്ന സാധനമൊക്കെ ആയിട്ട് വരികയാണേ. ഇത് കണ്ടതും ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഈ മരത്തിൽ അങ്ങ് വലിഞ്ഞു കയറുകയാണ്. ആ മരത്തിന്റെ മുകളിൽ അവൾ അങ്ങ് കയറിയിരുന്നു. പെൺകുട്ടിക്ക് എന്താ, ഭ്രാന്താണോ? ഓക്കെ, ഇതാണ് നമ്മുടെ പെൺകുട്ടി എന്ന് പറയുന്നത്. പെൺകുട്ടിയുടെ പേര് ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ എന്നാണ്. ബട്ടർഫ്ലൈ ഹിൽ എന്ന് പിന്നീടാണ് അവൾക്ക് ആ പേര് വന്നിട്ടുള്ളത്. ജൂലിയ, നമുക്ക് ജൂലിയ എന്ന് പറയാം അല്ലെ. നമ്മുടെ ജൂലിയ ഉണ്ടല്ലോ ആ മരത്തിൽ അങ്ങ് കയറി ഇരിക്കുകയാണ്. ഇത് ഒറിജിനൽ ഫോട്ടോ ആണ് കേട്ടോ. അവൾ കയറി ഇരുന്നിട്ടുള്ള ആ മരത്തിന്റെ ഫോട്ടോ ആണത് കേട്ടോ. ഓക്കെ, അവൾക്ക് എന്താ ഭ്രാന്തായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? അല്ല, ഇതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്, അത് ആദ്യം പറയാം. 20ാം വയസ്സിൽ, നമ്മുടെ ജൂലിയയുടെ 20ാം വയസ്സിൽ അവൾക്കൊരു ആക്സിഡന്റ് പറ്റാണ്. ആദ്യം ഈ മരത്തിനോട് ഇങ്ങനെ സ്നേഹം കാണിച്ചിരുന്ന ആളൊന്നും അല്ലായിരുന്നു നമ്മുടെ ജൂലിയ എന്ന് പറയുന്നത്. 20ാം വയസ്സിൽ ഈ ആക്സിഡന്റിന് ശേഷം അവൾ പ്രകൃതിയോട് കുറച്ച് എന്താണ് ഇഷ്ടമുള്ള ഒരു മോളായിട്ട് മാറാണ്. പ്രകൃതിക്ക് വേണ്ടിയിട്ട് എന്താണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരാളായിട്ട് മാറാണ്. ആ ഇടയ്ക്കാണ് അവളുടെ 23ാം വയസ്സിൽ അവൾ ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത്. 1000ഓളം വർഷമുള്ള നമ്മുടെ റെഡ്വുഡ് ട്രീ, കാലിഫോർണിയയിലെ ആ റെഡ്വുഡ് ട്രീ മുറിക്കാൻ പോവാണ് എന്നറിയുന്ന കഥ. പെട്ടെന്ന് അവൾ ഒന്നും നോക്കിയില്ല, ആ മരം മുറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ ആ മരത്തിൽ അങ്ങ് കയറി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാണ്. ഓക്കെ, നമ്മുടെ ആളുടെ പേരെന്താണ്? ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പൊ എന്താണ് 2 മാസം ഒരു 3 മാസം അങ്ങനെയൊക്കെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണോ അവൾ നടത്തിയത്? അല്ല, അവിടെയാണ് പ്രത്യേകത. കൃത്യം 738 ദിവസത്തോളം അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ മരത്തിൽ അങ്ങ് കയറി ഇരുന്നിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് കണക്ക് പറയുകയാണെങ്കിൽ നോക്കിക്കേ. ജംഗലും പേടും കി കട്ടായി റോക്കനെ കെ ലിയെ, ജംഗലം അവിടുത്തെ ഫോറസ്റ്റിന്റെയും പേടും മരങ്ങളുടെയും കട്ടായി വെച്ചെന്നാണ് ആ മുറിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട്, റോക്കന വെച്ചെന്നാണ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തടയാൻ വേണ്ടിയിട്ട് അവള് 10 ഡിസംബർ 1997 നോക്കിയേ, എത്രയാണ്? 10 ഡിസംബർ 1997 മാത്രമല്ല 18 അല്ലെങ്കിൽ 18 ഡിസംബർ 1999 ഇതിന്റെ ഇടയ്ക്ക്, അതായത് 1997ന്റെയും 1999ന്റെയും ഇടയിൽ 738 ദിവസം, എത്രയാണ്? 738 എന്ന് നമ്മൾ പറയും. നോക്കിക്കേ, ഒരു 738 ദിവസത്തോളം അവള്. സാധാരണ ട്രീ ആണോ? അല്ല, 200 ഫൂട്ട് എന്നൊക്കെ പറയുമ്പോൾ നോക്കി 61 മീറ്ററോളം വലുപ്പമുള്ള ഊഞ്ചെ എന്ന് വെച്ചാൽ എന്താണ് ഹൈറ്റ് ഉള്ള ലഗ്ഭഗ് 1000 അല്ലേ നോക്കിക്കേ, ഒരു ലഗ്ഭഗ് 1000 സാൽ, ഒരു 1000 വർഷത്തോളം പുരാനെ പഴയതായിട്ടുള്ള കാലിഫോർണിയ റെഡ്വുഡ് പേടുമേ രഹി. അവള് അത്രയും ദിവസം ആ കാലിഫോർണിയ റെഡ്വുഡ് ട്രീയിൽ അങ്ങ് ഇരിക്കുകയാണ്. മുറിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ മുറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് സമരം ചെയ്യാണ് അല്ലെ. യെസ്, അങ്ങനെ എന്ത് ചെയ്തു? അവളുടെ സമരം വെച്ചാൽ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇടയ്ക്കിടയ്ക്ക് താഴെ ഇറങ്ങി പോകുന്ന പരിപാടിയാണ്? അല്ല, ഒരിക്കൽ പോലും ഈ ഒരു 2 വർഷത്തിനിടയ്ക്ക്, അതായത് ഏകദേശം ഒരു 2 ക്രിസ്മസോളം അവൾ ഇവിടുന്നാണ് ആഘോഷിച്ചിട്ടുള്ളത്. അത് ആ ഒരു അതിന്റെ ഇടയ്ക്ക് ഒരിക്കൽ പോലും നിലത്ത് അവള് കാല് കുത്തിയിട്ടില്ല. അവിടെ അങ്ങ് താമസാക്കുകയാണ്. താമസാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ടെന്റ് ഒക്കെ അടിച്ച് അങ്ങ് ഒരു താമസം. നോക്കിക്കേ, അവള് ഇത്രയും ഹൈറ്റ് ഉള്ള ആ പേടില് ആ ഒരു ടെന്റ് ഒക്കെ കെട്ടി അവൾക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങ് താമസിക്കാൻ തുടങ്ങാണ് നമ്മുടെ ആര് ബട്ടർഫ്ലൈ ഹിൽ എന്ന് പറയുന്ന ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അല്ലെ. ഒന്ന് അവളുടെ ആ ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കി അല്ലെ. അങ്ങനെ അവളെ
താഴെ ഇറക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിപാടിയും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലംബർ കമ്പനി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല കേട്ടോ. അതിനിടയ്ക്ക് ആ കമ്പനിയുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബാരിഷായി, മഴ വന്നിട്ടുണ്ടായിരുന്നു. സർദിയായി, നല്ല തണുപ്പില്ല. അവിടുത്തെ കാലാവസ്ഥ എന്നൊക്കെ പറയുന്നത്, ക്ലൈമറ്റ് എന്നൊക്കെ പറയുന്നത് നല്ല തണുപ്പൊക്കെയുള്ള മഴയൊക്കെയുള്ള ഒരു കാലാവസ്ഥയായിരിക്കും അല്ലേ. ആ ഒരു സമയത്തൊക്കെ അവൾ പിടിച്ചു നിന്നിട്ടുണ്ട്. നോക്കിക്കേ, ബാരിഷായി, മഴ വന്നു. സർദിയായി, നല്ല തണുപ്പ് വന്നു. ഭയങ്കര ആന്തി തൂഫാനായി, നല്ല കൊടുങ്കാറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബർഫ് പടി, മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ കാലാവസ്ഥയിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടും ആരനങ്ങിയില്ല. നമ്മുടെ ജൂലിയ അനങ്ങാൻ തയ്യാറായില്ല. അവൾ അത് നമ്മുടെ മരത്തിന്റെ മുകളിൽ തന്നെ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അവൾ അതിലൊന്നും കുലുങ്ങുന്ന ആളല്ലായിരുന്നു. അവളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മരവും നിന്നു, മരത്തിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവളും നിന്നു അല്ലേ. മാത്രമല്ല, നമ്മുടെ കമ്പനീന്റെ വക കുറച്ച് പ്രത്യേക ടൈപ്പ് സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അവരാദ്യം അവൾ എന്ത് ചെയ്തു, സംജായ, നമ്മുടെ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആദ്യം സംജായ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. മോളെ ജൂലിയ ഒന്ന് ഇറങ്ങാവോ എന്ന് ചോദിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അവര് ദംകായ ചെന്നാണ് ഭീഷണിപ്പെടുത്തി, മര്യാദയ്ക്ക് ഇറങ്ങിക്കോ എന്നുള്ള ഒരു രീതിയാക്കി അല്ലെ. പിന്നെ മൂന്നാമത്തെ പരിപാടി എന്തായിരുന്നു, ഡറായ, പേടിപ്പിക്കാൻ തുടങ്ങി. ഈ പേടിപ്പിക്കുന്ന രീതികളൊക്കെ ഒരു നല്ല രസമുള്ള ഒരു രീതികളാണ്. നോക്കിക്കേ, हट्टे कट्टे आदमियों के सेठ ने അജീബു ഗരീബ് തർക്കീബേ ലഗായി. നോക്കിക്കേ, നമ്മുടെ ഹട്ടെ കട്ടെ ആദ്മിയ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് മനുഷ്യന്മാരുണ്ട്. അവരുടെ ബോസ് സേട്ട് എന്ന് വെച്ചാൽ ബോസ് ആണ്. അപ്പൊ ഈ ബോസും ടീംസ് എന്ത് ചെയ്തു, അവളെ ഒരുപാട് അജീബോ ഗരീബ് എന്ന് വെച്ചാൽ എന്താണ്, നല്ല സ്ട്രേഞ്ച് ആയിട്ടുള്ള, നമ്മൾ പറയുന്നത് വിചിത്രമായിട്ടുള്ള, സ്ട്രേഞ്ച് ആയിട്ടുള്ള, അതാണ് അജീബോ ഗരീബ് എന്ന് പറയുന്നത്. തർക്കീബ് എന്ന് വെച്ചാൽ എന്താണ്, ട്രിക്കുകൾ. സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറെ ട്രിക്കുകൾ പരീക്ഷിക്കാൻ തുടങ്ങി അവളെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ഒരു ട്രിക്കാണ്, നോക്കിക്കേ, ലൗഡ് സ്പീക്കർ പെർ തേസ് ഷോർ മച്ചായ. താഴെയാണല്ലോ, അവളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ലൗഡ് സ്പീക്കർ എടുത്തിട്ട് എന്ത് ചെയ്തു, അവളെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി, അവളെ ശല്യപ്പെടുത്താൻ തുടങ്ങി, വേർപ്പിച്ച് കൈ കൊടുക്കാൻ തുടങ്ങി അല്ലേ. നോക്കിയേ, ലൗഡ് സ്പീക്കർ പെർ തേസ് എന്ന് വെച്ചാൽ എന്താണ്, ലൗഡ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്. ഷോർ മച്ചാന എന്ന് വെച്ചാൽ എന്താണ്, നോയ്സ് ഉണ്ടാക്കുക എന്നുള്ള അർത്ഥം കേട്ടോ. അപ്പൊ ഒരുപാട് നോയ്സ് ഉണ്ടാക്കി നോക്കി, അവള് കുലുങ്ങിയില്ല. പിന്നെ വേറൊരു പരിപാടി ചെയ്തേ, ഹെലികോപ്റ്റർ ഉടാക്കർ ലड़की को रात भर जगाए रखा. നോക്കിക്കേ എന്താ ചെയ്തത്, ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, ഈ ഹെലികോപ്റ്റർ കൊണ്ടുവന്നിട്ട്, ഹെലികോപ്റ്റർ വന്നുള്ള സ്ഥിതി മക്കൾക്ക് അറിയാം, ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ അല്ലേ. ഇവര് രാവിലെ ഒന്നുമല്ല, രാത്രി അവളെ ഉറങ്ങാൻ കിടക്കുന്ന സമയം നോക്കിയിട്ടുണ്ടല്ലോ, ഈ ഹെലികോപ്റ്റർ ഇവിടെ ഇങ്ങനെ ചുറ്റി പറക്കാൻ നോക്കും. എന്നിട്ട് അവളെ ഉറങ്ങാനേ സമ്മതിക്കില്ല. രാത്ത് പറഞ്ഞു വെച്ചാണ്, രാത്രി മുഴുവൻ ഉടാക്കർ പറപ്പിച്ചിട്ട് അവൾ എന്ത് ചെയ്യും, ജഗായെ റക്ക, എവേക്കായി നിർത്തി, അല്ലെങ്കിൽ എന്താണ്, ഉറങ്ങാൻ സമ്മതിക്കാത്ത വിധം എന്ത് ചെയ്തു, അവളെ വെറുപ്പിച്ച് കൈ കൊടുത്തു. ആര്, നമ്മുടെ ലംബർ കമ്പനി. നടന്നു, അവൾക്ക് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ലടാ, അവൾ കുലുങ്ങിയില്ല, അവൾ അതേപോലെ തന്നെ എന്ത് ചെയ്തു, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരൊക്കെ അറിയാൻ തുടങ്ങൂലേ. അങ്ങനെ എന്ത് ചെയ്തു അറിയോ, അവളുടെയും ഈ ഒരു ട്രീഡിങ് കഥ. അതിനിടയ്ക്ക് നമ്മുടെ ഈ ഒരു ആരെന്നറിയോ, നമ്മുടെ ജൂലിയ നമ്മുടെ മരത്തിന് ഒരു പേരിടുകയാണ്. എന്താണ്, ലൂണ എന്ന് പറയുകയാണ്. ലൂണ എന്നുള്ള പേരിൽ ആ റെഡ്വുഡ് ട്രീനെ അവിടെ വിളിക്കാൻ തുടങ്ങാണ്. അങ്ങനെ ലൂണയുടെയും ജൂലിയുടെയും കഥ നമ്മുടെ നാട്ടുകാർ മൊത്തം അറിയാണ്. നാട്ടുകാർ മാത്രമല്ല, വേൾഡ് മുഴുവൻ അങ്ങ് ഫേമസ് ആവാണ്. ഒരു കുട്ടി മരത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അതിന്റെ മുകളിൽ കയറി പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന കഥ എല്ലാവരും അങ്ങ് അറിയാണ്. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായി, അവളെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വന്നു. അവൾക്ക് ഡ്രസ്സായിട്ട്, ഭക്ഷണമായിട്ട്, അങ്ങനെ ഒരുപാട് സഹായമായിട്ട് വന്നു. മാത്രമല്ല എന്താണ്, അവൾക്കൊരു സെല്ല് കൊടുത്തു അല്ലെ, നമ്മുടെ വയർലെസ് ആയിട്ടുള്ള ഒരു ഫോൺ കൊടുത്തു. അങ്ങനെ അവൾ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. റേഡിയോ വഴിയൊക്കെയുള്ള ഇന്റർവ്യൂസ് ഉണ്ടായി. അങ്ങനെ അവൾ ഫേമസ് ആയി മാറാണ്. എല്ലാവരും എന്ത് ചെയ്തു, നമ്മുടെ ലൂണയുടെയും ജൂലിയയുടെയും കൂടെ നിൽക്കാൻ തുടങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അവളുടെ ആ ഒരു മനോധൈര്യം കാര്യങ്ങളൊക്കെ അല്ലെ, എന്തൊരു സ്ട്രോങ് ആണല്ലേ. അത്രയ്ക്കും, അതായത് ഞാൻ ഇറങ്ങില്ല, ലൂണയെ എന്ത് ചെയ്യില്ല, ഞാൻ വിട്ടു തരില്ല എന്നുള്ള പോലെ എത്രയോ കാലം അവളെ നിൽക്കുകയാണ് അല്ലേ. ഓക്കെ, ഇങ്ങനെ ഒരാള് ഇറങ്ങി തിരിച്ചാൽ വേറൊരു ശക്തിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ രണ്ടാളെയും പിരിക്കാനും പറ്റില്ല, ആ മരത്തിനെ വെട്ടാനും പറ്റില്ലേ. അവസാനം എന്തുണ്ടായെന്നറിയോ, നമ്മുടെ ലംബർ കമ്പനിയും ബോസും ടീംസും ഒക്കെ എന്തായി, അവരൊന്ന് അടങ്ങി. അവർ പറഞ്ഞു, മോളെ എന്താ ജൂലിയ, ഞങ്ങൾ എന്ത് ചെയ്തുതരാം,
മുറിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലെത്താണ്. കാരണം ജൂലിയും ലൂണയും മാത്രമല്ല ഇപ്പൊ കൂടെ ഉള്ളത്, വേൾഡ് മൊത്തം ഇപ്പൊ അവളുടെ കൂടെയാണ്. അപ്പൊ ലംബർ കമ്പനിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, അവരൊരു എഗ്രിമെന്റിൽ എത്താണ്. എഗ്രിമെന്റിന്റെ സമയത്ത് നമ്മുടെ ജൂലിയ പറഞ്ഞു, എന്റെ ഈ ലൂണേനെ മാത്രമല്ല, ഈ ഒരു റെഡ്വുഡ് ട്രീ മാത്രമല്ല, ഇവിടെ ഏക്കർ കണക്കിനുള്ള ഫോറസ്റ്റുകളിൽ പല കാര്യങ്ങളും അവർ വെട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോറസ്റ്റ് മുഴുവൻ എന്താണ് വെട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ല, അത് നിങ്ങൾ തൊടില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് വേണം എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു എഗ്രിമെന്റിൽ എത്തുകയാണ് ആര്, നമ്മുടെ ജൂലിയയും ആ ഒരു കമ്പനിയും. ഈ ഒരു അടിപൊളി കഥയാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്, നമ്മുടെ ഇതിൽ പഠിക്കാനുണ്ടായിരുന്നത്. മിഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞതുപോലെ ജൂലിയയുടെ ആഗ്രഹം അങ്ങ് നിറവേറാണ്. പിന്നീട് ഒരിക്കലും ആ ഒരു സ്ഥലത്തിലെ ഒരു പുല്ല് പോലും ആര് വെട്ടാൻ നോക്കിയിട്ടില്ല, നമ്മുടെ ലംബർ കമ്പനി വെട്ടാൻ നോക്കിയിട്ടില്ല. അവളുടെ ആ ഒരു പ്രൊട്ടസ്റ്റ് വിജയിക്കുകയാണ്. ഒരു പ്രകൃതിക്ക് വേണ്ടി, ഒരു മരത്തിന് വേണ്ടി ഒരു പെൺകുട്ടി എന്ത് ചെയ്യാണ്, തൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് അതിനെ രക്ഷിക്കാൻ വേണ്ടി മുന്നേറുകയാണ് അല്ലേ. അങ്ങനെ ഒരു അടിപൊളി കഥയായിരുന്നു ഈ ജൂലിയ ഓർ ലൂണ എന്ന് പറയുന്നത്. അപ്പൊ ഇനി മുന്നോട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് വരുന്നതായിരിക്കും, നന്നായിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കോണ്ടന്റ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.